ഞങ്ങൾ അത് കുറച്ച് പേരുള്ള ഒരു കുടുംബം പോലെ കഴിയുന്ന സ്കൂളാണ്. അതുകൊണ്ട് ബസ് ഡ്രൈവർ വരെ അല്ലെങ്കിൽ ഏത് സ്കൂൾ ബസ് ഡ്രൈവറൊക്കെ സ്റ്റാഫ് ടൂറിന് പോകില്ല. നമ്മളെല്ലാവരും സാജിദ ടീച്ചർ എന്നാണ് പറഞ്ഞത്. സാജി ഞങ്ങളെ കുക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികൾക്കും ഞങ്ങൾക്കും ടീച്ചറെ പോലെ തന്നെയാണ്. ഇവിടെ ശരിക്കും അനൗൺസ് ചെയ്ത് ടീച്ചർ അങ്ങനത്തെ അത് തന്നെയാണ് വേണ്ടത്. ഇവിടെ അനൗൺസ് ചെയ്തത് അങ്ങനെ തന്നെ. സാജിയുടെ ലോകം തന്നെ ഈ സ്കൂളാണ്. ആ സ്കൂളിൽ തന്നെ സാജി പോവാറുണ്ട്. ഈ വർഷം ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഊട്ടിയിലധികം ട്രിപ്പ് കഴിഞ്ഞു. ഊട്ടിയിൽ 3-4 കുട്ടികളെ കൊണ്ടും തൃശ്ശൂര് ചെറിയ 1-2 kg കുട്ടികളെ കൊണ്ട് പോയി വന്നവരാണ്. ഇന്ന് ഫസ്റ്റ് ഒരു 4-5 മണിക്ക് സമയത്ത് നമ്മളൊരു പാരന്റ് വിളിച്ചു. ടീച്ചർ നിങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ ഇല്ലാതെ വിളിച്ചു നോക്കി, എന്തോ ഒരു അപകടം പറ്റിക്കണം. അപ്പോൾ വിളിച്ചിട്ട് അവർക്ക് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇരുന്ന് വിളിക്കണം. പിന്നെ അപ്പോൾ അതിന് ഹസ്ബൻഡ് വിളിച്ചു. പക്ഷെ എന്നോട് മുഴുവൻ ആരും പറയണില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് അപ്പോൾ പിന്നെ വിളിയാണ്. പക്ഷെ എനിക്കിപ്പോൾ എന്തോ ഫോൺ തുറന്നു കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ 1-2 ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുന്നുള്ളൂ. അത് കാണാൻ ധൈര്യമായിട്ടാണ് ഞാൻ ഫോണൊന്നും എടുത്തു നോക്കിയില്ല. എൻ്റെ നാത്തൂനെ ഏൽപ്പിച്ചൊക്കെ മീഡിയയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ള ഇതിലല്ലായിരുന്നു. അപ്പോൾ എൻ്റെ പ്രതീക്ഷയിൽ 1-2 ആൾക്ക് വല്ലതും പറ്റും, ബാക്കിയുള്ളവരുണ്ടാവുന്നതാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ തിങ്കളാഴ്ചയല്ലേ നമ്മൾ കൂടിയത് സ്കൂളിൽ കൂടി. അന്ന് HM പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എല്ലാവരും സ്കൂളിൽ വരണം, ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എത്തി കുറച്ച് ഉച്ചക്ക് ടീച്ചർ കല്യാണത്തിന് പോവുകയും ചെയ്തു. ഞങ്ങൾ ടീച്ചർ പോയി കല്യാണമുള്ള ദിവസം തന്നെ നമ്മളെ വിളിച്ചു. എന്നൊക്കെ പറഞ്ഞു അവസ്ഥ അല്ല കണ്ടു. പക്ഷേ കുറച്ചു നേരം ഇരുന്നു. ടീച്ചർ ഉച്ചയായപ്പോൾ പോയി. അപ്പം ഞങ്ങൾ ടീച്ചർ ഇപ്പം എന്തിനും കല്യാണ ദിവസം വിളിച്ചു. ഞങ്ങൾ പിന്നെ വൈകുന്നേരം വരെ നിന്നു. പക്ഷെ ഇതൊക്കെയാണ് അതിൻ്റെ ദൈവത്തിൻ്റെ ഓരോ ഇതാവുമല്ലോ, ഒന്നിച്ച് കൂടാനുള്ളൊരു യോഗം ഉണ്ടാവും. അതുകൊണ്ട് മലപ്പുറം ടീച്ചറാണ് ഞങ്ങളെ വിളിക്കേണ്ടത്. അല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ ടൂറും കഴിഞ്ഞിട്ടേ പിന്നെ കൂടുതലുണ്ടാവുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ 20-ാം തീയതി നമുക്ക് CPT വിളിക്കണം. കുട്ടിയെ കുറച്ച് മൊമെന്റോസ് ട്രോഫിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കൊടുക്കണം. അന്ന് CPT വെച്ചിട്ട് സെൻഡ് ഓഫ് 4ാം ക്ലാസ് കുട്ടിയൊക്കെ സെൻഡ് ഓഫ് കൊടുക്കാൻ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഞങ്ങൾ. അന്നത്തെ ടീച്ചർ തിങ്കളാഴ്ച വരാൻ പറഞ്ഞെന്നറിയില്ലല്ലോ. അതിനതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച്. പക്ഷെ അറിയിപ്പ് കുട്ടിയൊക്കെ കൊടുത്തിട്ടില്ല. എൻ്റെ മോള് 4ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. അവിടെ മോള് ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങൾക്ക് എന്താ സെൻഡ് ഓഫ് വരാത്ത വെച്ചിരുന്നു. അപ്പം എന്താ ഞങ്ങൾ 20-ാം തീയതിക്ക് പ്ലാൻ ചെയ്തതാണ്. അന്ന് നമുക്ക് CPT ഒക്കെ മൊമെന്റോസും കൊടുക്കാം. ഒക്കെ പ്ലാൻ ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.